ഇന്നത്തെ ടോക്ക് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രവാസ എഴുത്തുകാരിൽ പ്രമുഖനും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ മികവ് പുലർത്തുന്ന നിറസാന്നിധ്യമായി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ ബഷീർ തിക്കോടി. സ്നേഹപൂർവ്വം അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സർ, സ്വാഗതം. എത്ര വർഷമായി സർ ദുബായിലായിട്ട്? ദുബായിൽ 36 വർഷമായി. 36 വർഷമായി അല്ലേ? ഇവിടോട്ട് വന്നത് ജോലി സംബന്ധമായിട്ട് തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും കാര്യമായിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് പോയതാണോ? അല്ല, ഞാന് കുവൈറ്റിലായിരുന്നു ഗൾഫ് യുദ്ധത്തിന്റെ സമയത്ത്. അവിടെ നിന്ന് പിന്നെ സൗദിയിലേക്ക് വരുന്നു, സൗദിയിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് വരും. യുദ്ധകാലത്ത് കുവൈറ്റിലുണ്ടായിരുന്നു. അതെങ്ങനെയുണ്ടായിരുന്നു ആ കാലം? ഓർത്തെടുക്കാൻ പറ്റുമോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ബുദ്ധിമുട്ട് ഞാൻ കുവൈറ്റിൽ നിന്ന് സൗദിക്ക് നടന്നിട്ടാണ് വന്നത്, മരുഭൂമിയിലൂടെ. അതൊരു കഥയാണ്. പിന്നെ സൗദിയിൽ എനിക്ക് അധികകാലം നിൽക്കാൻ പറ്റിയിട്ടില്ല. ഒരു 2-3 മാസം കൊണ്ട് തന്നെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. നാട്ടിൽ പോയിട്ട് പിന്നെ 1-2 മാസം കൊണ്ട് തന്നെ തിരിച്ച് ദുബൈയിലേക്ക് വരും. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു യുദ്ധകാലത്ത് സാറ് കുവൈറ്റിലുണ്ടായിരുന്നു? യുദ്ധകാലത്ത് കുവൈറ്റിലുണ്ടായിരുന്നു. എൻ്റെ ഒരു ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. എൻ്റെ SLC ബുക്ക്, സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒക്കെ ഞാൻ കുവൈറ്റിൽ ഇട്ടേച്ചിട്ടാണ് വന്നത്. കാരണം തിരിച്ചു പോകാൻ പറ്റും എന്ന് കരുതിയിരുന്നത്. പക്ഷെ അത് പറ്റിയില്ല. പിന്നെ കുവൈറ്റിലേക്ക് തിരിച്ചു പോകാനും പറ്റിയിട്ടില്ല. ഈ കുവൈറ്റിൽ നിന്ന് മരുഭൂമിയിലൂടെയാണ് യാത്ര ചെയ്തത്. അന്ന് അവിടുത്തെ കുവൈറ്റികള് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുഭൂമിയിലൂടെ ഒരു ഇടവഴിയുണ്ട്. അത് പണ്ട് കാലങ്ങളില് സൗദിയിലേക്ക് ഹജ്ജിന് പോകാൻ ഉപയോഗിച്ചിരുന്ന വഴിയാണ്. നമ്മുടെ നാട്ടിലെ ഇടവഴി പോലുള്ള അതിലൂടെയാണ് രക്ഷപ്പെട്ടത്. ഞാൻ മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകളുണ്ട്. പക്ഷെ അതൊക്കെ നാട്ടുകാരായിരുന്നു. മലയാളികൾ വളരെ കുറവായിരുന്നു. ആ ഒരു മരുഭൂമിയിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് എങ്ങനെ ഓർത്തെടുക്കാൻ പറ്റും? ഉണ്ടായിരുന്നോ യാത്ര? അത് 3 ദിവസം കൊണ്ടാണ് അപ്പൊ നമ്മൾ കാണുന്ന മരുഭൂമി എന്ന് പറഞ്ഞാൽ ഈ ഒരു മരുഭൂമിയുടെ ഒരു തുടക്കം മാത്രം, അല്ലെങ്കിൽ നമ്മൾ ഡെസേർട്ട് ഡ്രൈവിന് പോകുമ്പോ കാണുന്ന ഒരു മരുഭൂമിയാണ്. അതല്ല മരുഭൂമി. ഇപ്പൊ അസദിന്റെ ഒക്കെ റോട്ടുമൊക്കെ വായിക്കുമ്പോഴാണ് മരുഭൂമി ഏറ്റവും ഭീകരനാണെന്ന് നമുക്ക് മനസ്സിലാവുക. കാരണം നമ്മളിപ്പോ ഒരു മണൽക്കൂന കാണൂല്ലോ, വലിയൊരു മല പോലെ തോന്നും. പക്ഷെ അതൊരു സെക്കൻഡ് കൊണ്ട് അത് അവിടെ കാണില്ല. ഒരു കാറ്റ് അത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി പ്രതിഷ്ഠിക്കും. ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ് മരുഭൂമി. ഭീകരനാണ്. കാണുമ്പോൾ ഒരു മൗനത്തിന്റെ സൗന്ദര്യമാണ് മരുഭൂമി, കടല് പോലെ. പക്ഷെ ഭീകരനാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം യാത്രയും ഈ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മരുഭൂമി ഭീകരനാണെന്ന് തന്നെയാണ് പറയുന്നത്. അസദിന്റെ റോട്ടുമൊക്കെയാണ് അതിന്റെ ഒരു ഭീകരത നമുക്ക് വരച്ച് കാണിക്കുന്നത് ആ പുസ്തകം. പിന്നെ ബെന്യാമിന്റെ ഈ ആടുജീവിതമൊക്കെ വന്നതോടുകൂടിയിട്ട് മരുഭൂമിക്ക് അങ്ങനെ ഒരു ജീവനുണ്ട് എന്ന് നമുക്ക് മലയാളത്തിന് ബോധ്യപ്പെട്ടത് ആ അർത്ഥത്തിലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു സാറ് നേരിട്ട് ബോധ്യമായി, ഞാനത് അനുഭവിച്ചാണ്. അതുകൊണ്ട് നടന്നു വരവായിരുന്നു. ആഹാര സാധനം അല്ല, ജീവനാണല്ലോ വളരെ ഏറ്റവും അത്യാവശ്യം. പിന്നെ ഇതിന്റെ ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ നമുക്ക് അതിന്റെ ഭീകരത മനസ്സിലാവില്ല. നമ്മൾ അതിന്റെ പുറത്തേക്ക് പോകുമ്പോഴാണ്, പുറത്തുനിന്ന് നോക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭീകരത മനസ്സിലാവുക. അതിന്റെ അകത്തുനിന്ന് നമുക്കിതൊന്നും മനസ്സിലാവില്ല. കുറെ ശബ്ദഘോഷങ്ങളും പുകപടലങ്ങളും മാത്രമാണ് ആ ഘട്ടങ്ങളിൽ ഉണ്ടാവുക. ഇപ്പൊ മലയാളിയെ സംബന്ധിച്ച് പറയാറുണ്ട്, മലയാളി യുദ്ധം കണ്ടിട്ടില്ല എന്ന് പറയും. അതിന്റെ അനുഭവം നമ്മൾ അനുഭവിച്ചിട്ടില്ല എന്ന് പറയാറുണ്ട് സാധാരണ. അതുകൊണ്ട് തന്നെ അതിന്റെ നമ്മുടെ ലോക സാഹിത്യങ്ങൾക്കകത്തൊക്കെ യുദ്ധങ്ങൾ ഉണ്ടാക്കിയ കെടുതികളുണ്ടല്ലോ, അത് വന്നിട്ടുണ്ട്. പക്ഷെ മലയാള സാഹിത്യത്തിന്റെ അകത്തളങ്ങളില് ഈ ഒരു നെരിപ്പോട് ഇല്ല. കാരണം നമ്മളത് അനുഭവിച്ചിട്ടില്ല. പക്ഷെ അന്നത്തെ ആ കാലത്ത് ഈ മരുഭൂമിയിലൂടെയുള്ള യാത്രയില് മലയാളികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു? അല്ല, ഞങ്ങൾ സൗദിയിലെത്തുമ്പോ മുസൈമിയ എന്ന് പറയുന്നൊരു സ്ഥലത്തായി എത്തുന്നത്. അന്ന് മുഖ്യമന്ത്രി നായനാരാണ്. അപ്പൊ അവിടെ ഒരു ഇന്ത്യൻ സ്കൂളിൽ ഞങ്ങൾക്ക് ഒരു അഭയാർത്ഥി ക്യാമ്പ് ഇത് ചെയ്തു. ഒരു ബെഡും തന്നു ഹൈസ്കൂളിന് സൗദിയില്. പിന്നെ അവിടെ മലയാളികൾ നമ്മളെ ഏറ്റെടുത്തു. എവിടെ ചെന്നാലും അങ്ങനെയാണല്ലോ, അവര് ഭക്ഷണമൊക്കെ തരുന്നു. പിന്നെ കുറെ ദിവസം, എനിക്ക് തോന്നുന്നത് കുറെ ദിവസം അവിടെ ഒരു അഭയാർത്ഥിയായിട്ട് തന്നെ. പക്ഷെ ഈ കുവൈറ്റിൽ നിന്ന് വന്ന ഒരു അഭയാർത്ഥി ആയതുകൊണ്ട് സൗദിയിലുള്ള മലയാളികൾ നമ്മളെ ഏറ്റെടുത്തു. അവരെ സ്നേഹപൂർവ്വം ഞാൻ പലരെയും ഓർക്കാറുണ്ട്. പിന്നീട് അവരെയൊക്കെ നമ്മൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരാറുണ്ട്. പിന്നീട് അവിടുന്ന് ബോംബെക്ക് ഒരു ഫ്രീ ടിക്കറ്റ് കിട്ടുന്നു. ബോംബെയിൽ നിന്ന് ഒരു KSRTC ബസ്സിൽ കയറിയിട്ട്, അത് ഗവൺമെന്റ് സംവിധാനമാണ്, ഗവൺമെന്റ് ഏർപ്പെടുത്തിയതായിരുന്നു. അങ്ങനെ നാട്ടിലേക്ക് പോകുന്നു. ഒരു യുദ്ധം വരുത്തി വെച്ചതല്ലേ നമ്മൾ, ഒന്നുമില്ലാതെ ഒരു നിമിഷം കൊണ്ട്. യുദ്ധം വലിയ പാടാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുവരെ ജീവിച്ച ജീവിത രീതിയെ മുച്ചൂട് മറിച്ചിടുന്ന ഒരു പുതിയ ജീവിതം വരികയാണ്. കാരണം അവിടെ
കുവൈറ്റി എന്നോ അറബി എന്നോ അനറബി എന്നോ ഒന്നുമില്ല, ഏത് രാജ്യക്കാരനാണെന്നോ ഇല്ല. ദുരന്തം എല്ലാ മനുഷ്യർക്കും ഒരേപോലെയാണ് അനുഭവിക്കേണ്ടി വരിക. അത് പിന്നെ പ്രകൃതി ദുരന്തമാണെങ്കിൽ പോലും, യുദ്ധമാണെങ്കിൽ പോലും, കലാപമാണെങ്കിൽ പോലും ഇത് അനുഭവിക്കേണ്ട. ഇപ്പൊ നമ്മൾ രക്തത്തെ കുറിച്ച് പറയാറുണ്ട്, അതിന്റെ നിറം ചുവപ്പാണെന്ന് പറയും. പക്ഷെ കണ്ണീരിന്റെ നിറവും യഥാർത്ഥത്തിൽ ഒരേ നിറമാണ്, പക്ഷെ അതാരും പറയാറില്ല. ദുരന്തമുഖങ്ങളിലെ കണ്ണീരിന്റെ നിറവും ജീവിതത്തിലെ കണ്ണീരിന്റെ നിറവും ഒന്നാണ് എന്നും, ഈ ചിതറിത്തെറിക്കുന്ന രക്തത്തിന്റെ നിറം ഒന്നാണെന്ന് പറയുന്നതിന് കാരണം ദുരന്തമുഖങ്ങളില് ജാതിയും മതവും വർഗവും വർണ്ണവും ഒന്നുമില്ല. ദുരന്തങ്ങളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരാണ്. ആത്യന്തികമായി എല്ലാ അനുഭവങ്ങളുടെയും നിറം ഒന്നാണ്. സർ, ഞാനൊരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ 3 ദിവസം മരുഭൂമിയിലൂടെയുള്ള യാത്ര അനുഭവിച്ചു, ഇതിനിടയിൽ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയോ, അല്ലെങ്കിൽ നടക്കല്ലേ നിങ്ങൾ ഈ 3 ദിവസം കണ്ടിന്യൂസ് നടക്കല്ലേ? നടക്കാന്ന് പറയുമ്പോൾ ഇതൊരു പിന്നെ വാഹനങ്ങളുണ്ട്, വാഹനങ്ങളുടെ നിരയുണ്ട്. പിന്നെ ഈ മരുഭൂമി ആയതുകൊണ്ട് തന്നെ അവിടെ ഇറാഖി പട്ടാളക്കാരുണ്ട്. അവര് ഈ വലിയ കിടങ്ങുകൾ കുഴിച്ചിട്ട് അതിന്റെ അകത്ത് അവരുണ്ട്. ഭയപ്പാടൊന്നുമില്ല, കാരണം അത്രയും ആളുകളുണ്ട്. നമ്മുടെ ഒരു ഉത്സവാന്തരീക്ഷം പോലെയാണ് ഈ മരുഭൂമി യാത്ര. അതെ. പിന്നെ ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നതും ഒരു ഐഡിയ ലക്ഷ്യമില്ല. ഇങ്ങനെ പോകുന്നു, ഒരു ആൾക്കൂട്ടം ഇങ്ങനെ നടന്നു പോകുന്നു. അതിന്റെ കൂടെ കുറെ വാഹനങ്ങളുണ്ട്. അതിൽ ഭൂരിപക്ഷം ഇവരാണ് കേട്ടോ, കുവൈറ്റുകളാണ്. അതെ അതെ. പിന്നെ രാത്രി കാലങ്ങളിലൊക്കെ രാത്രി ഒന്നും ഇല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഒന്ന് ഈ വണ്ടിയുടെ വെളിച്ചം ഉണ്ടാവില്ല. പിന്നെ ഈ പഴയ ഒരു 35 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഒരു സുബർബൻ എന്ന് പറഞ്ഞിട്ട് GMCയുടെ ഒരു ലോറി പോലുള്ളൊരു വണ്ടിയാണ്. അത് ഈ അറബികൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കും. കാരണം ഇവര് ആഴ്ചക്കൊരു 2 ദിവസം എന്തായാലും മരുഭൂമിയിൽ പോയി താമസിക്കും, യഥാർത്ഥ അറബികൾ. അപ്പൊ അവർക്ക് ഈ വണ്ടി നിർബന്ധമാണ്. ഇതിന്റെ അകത്ത് എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും, ടെന്റും കാര്യങ്ങളൊക്കെ. അവർക്ക് അതൊക്കെ ആ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് മുഴുവൻ അനാഥരായതുകൊണ്ട് ചിലപ്പോ അവർ വെള്ളമൊക്കെ അവർ തന്നിട്ടുണ്ടാവണം എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് അന്ന് ഈ ഒപ്പം സഞ്ചരിച്ച് ആരെങ്കിലുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഒന്നുമില്ല. ആരെയും കിട്ടിയിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, ആരെയും കിട്ടിയിട്ടില്ല. ഈ സ്കൂളിൽ കിടന്ന ഒരാളെ ഓർമ്മയുണ്ട്. പിന്നീട് ഞാനിങ്ങനെ പേര് വെച്ചിട്ട് കുറെയൊക്കെ ശ്രമിച്ചു നോക്കി. പക്ഷേ ആളുടെ പേരെന്താന്ന് ഓർക്കുന്നത്? ഗോപിനാഥൻ. ഗോപിനാഥൻ എവിടെയാണെന്നല്ല അറിയാം. കോട്ടയത്തായിരുന്നു. കോട്ടയത്താണ് അന്ന് ആ യുദ്ധം അല്ലെ, കുവൈറ്റ് യുദ്ധത്തില് സാറിന്റെ കൂടെ മരുഭൂമിയിലൂടെ സഞ്ചരിച്ച ആളാണ്. അതെ അതെ. താങ്കൾ എവിടെ നിന്നെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഗോപി ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഞാൻ എപ്പോഴും സെർച്ച് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്, അതിപ്പോ ഒരു 36-37 വർഷമായില്ലേ, അന്ന് തന്നെ അദ്ദേഹത്തിന് ഒരു 50 വയസ്സുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കരുതുന്നുണ്ടാവും, ഓർമ്മ മാത്രമാണ് മരിക്കാതെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. പിന്നെ അവിടെ എത്തിയപ്പോ ഒരു മുഹമ്മദ് എന്നൊക്കെ പറയുന്ന ഒരാള് എന്നെ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു വസ്ത്രം മാറാൻ തന്നു. സൗദിയിൽ. അതെ. കാരണം ഒറ്റ വസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വസ്ത്രം എന്ന് പറയുമ്പോൾ ഒരു അറബി അതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നല്ല അനുഭവമാണ്. എന്നെ മാറ്റിപ്പണിത ഒരു യാത്രയാണ് മരുഭൂമിയിലൂടെ. തീർച്ചയായും ഒരു യുദ്ധമുഖത്ത് നിന്നും മരുഭൂമിയിലൂടെയുള്ള ഒരു പലായനം എന്ന് പറയുന്നത് അതൊക്കെ വളരെ വിരളമായിട്ട് സംഭവിക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണല്ലേ. പിന്നെ നമുക്ക് വായിച്ചറിഞ്ഞല്ലേ, ഇപ്പൊ ബിനിയാവും പറയുന്നുണ്ടല്ലോ, നമ്മൾ അനുഭവിക്കാത്തതൊന്നും അല്ലേ. പക്ഷെ മരുഭൂമിയെ കുറിച്ച് ഞാൻ വളരെ ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെയാണ് എന്ന് ഒറ്റപ്പെട്ടു പോയാല് നമുക്ക് ഭൂമുഖത്ത് വേറെ എവിടെ കാട്ടിലാണെങ്കിലും നമുക്ക് മരത്തിലെങ്കിലും കയറിയിട്ട് കുറച്ച് സമയമെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഭയമില്ലാതിരിക്കാം. ഇവിടെ ഒരു സാധ്യതയില്ല. പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ മരുഭൂമിയിലാണ്. പക്ഷെ നമ്മളിങ്ങനെ അതിന്റെ ഒരു വെളിച്ചം കുളിച്ചു നിൽക്കുന്നിടത്ത് അതിന്റെ അപ്പുറത്ത് മരുഭൂമിയുണ്ട്. പക്ഷെ നമ്മള് ഇന്ന് വരെ ആ മരുഭൂമിയുടെ വന്യതയിലേക്ക് എത്തി നോക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു ഡിസൈഡ് സഫാരി എന്നൊക്കെ പറഞ്ഞ ഒരു 10-15 മിനിറ്റ് ആൾക്കൂട്ടങ്ങൾക്ക് നടുവിലൂടെ പോകാന്നല്ലാതെ അതിന്റെ ഒരു വന്യത അതിലേക്ക് പലപ്പോഴും നമ്മൾ യാത്ര ചെയ്തിട്ടില്ല. വളരെ അപൂർവം ചില മനുഷ്യർ മാത്രമേ. പക്ഷെ ഇതിന്റെയൊക്കെ ഈ ജീവിതങ്ങളുടെ ചരിത്രാഖ്യായിക നമുക്ക് എഴുതി ചേർക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഒരു പ്രവാസി സാഹിത്യത്തിന്റെ ഒരു വലിയ പരിമിതി അതാണ്. നമ്മള് ഇവിടുത്തെ ഭാഷയിലേക്കോ ഇവിടുത്തെ ഒരു സംസ്കൃതിയിലേക്കോ ഇവരുടെ ഒരു ജീവിത രീതിയിലേക്കോ ഒന്ന് എത്തി നോക്കാൻ നമ്മുടെ കാലത്തിന് സാധിച്ചിട്ടില്ല. ഏതാണ്ട് 1/2 നൂറ്റാണ്ട് കാലമായി നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തിയ ചരിത്രം. 1/2 നൂറ്റാണ്ട് കാലം കൊണ്ട് ലോകത്ത് എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി. ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടായി, ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു വൻ ശക്തിയായി വളർന്നു. പക്ഷെ ഈ 1/2 നൂറ്റാണ്ട് കാലം കൊണ്ടും മലയാളി എവിടെ ആരംഭദിശയിൽ അവന്റെ പെരുവിരൽ തുമ്പ് എവിടെ ചവിട്ടി നിർത്തിയിരുന്നുവോ
അവിടെ തന്നെയാണ് ഇപ്പോഴും അവ നിൽക്കുന്നത്. എല്ലാ അർത്ഥത്തിലും അവിടെ നിന്ന് ഒരടി മുന്നോട്ട്. സാമ്പത്തികമായിട്ടൊക്കെ നമ്മൾ കുറച്ച് വലിയ വീടുണ്ടാക്കിയിട്ടുണ്ടാവാം എന്നുള്ളത്. അതിന് ഭൗതിക തലത്തിൽ, അക്കാഡമിക് തലത്തിൽ വരും തലമുറയ്ക്ക് ഒന്നും നമ്മുടേതായി ബാക്കി വെക്കാൻ കഴിഞ്ഞിട്ടില്ല. സാഹിത്യത്തിലാണ് ഞാൻ പറയുന്നത്. സാഹിത്യത്തിലോ അല്ലെങ്കിൽ അക്കാഡമിക് തലത്തിലോ ഉള്ള പഠനങ്ങളോ ഒന്നുമില്ല. ഒരു ദിശാബോധം വരുന്ന തലമുറയെങ്കിലും കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരാഴം നമുക്ക്, നമ്മളിപ്പോഴും ഒരു മലയാളി എന്ന അർത്ഥത്തിൽ കൂടിച്ചേരുന്നു. ആഹ്ലാദം പൂക്കുന്ന ഇടങ്ങളിലൊക്കെ നമ്മളുണ്ട്. പക്ഷേ ഞാനതിനെ ഒരു സാംസ്കാരിക പ്രവർത്തനം എന്നുള്ള അർത്ഥത്തിൽ കാണുന്നത് നമ്മുടെ അത്യധ്വാനത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ഒരു തലത്തെ ഒരു പ്രത്യുൽപാദനപരമായ ഒരു മേഖലയിൽ നമുക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ സമ്പത്ത് ഇപ്പോഴും റിയൽ എസ്റ്റേറ്റിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ പ്രവാസി സംഘടനകളുടെ ഒരു പരിമിതിയാണ് അതിൽ. അവർ ഓണാഘോഷം നടത്തുന്നു, ഈദാഘോഷം നടത്തുന്നു, ഇഫ്താർ മീറ്റൊക്കെ നടത്തുന്നു. മറിച്ച് ഇവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ അവരുടെ ജീവിതത്തിൻ്റെ അവർ സ്വരൂപിച്ച് വെച്ചതിനെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പ്രത്യുൽപാദന മേഖലയിലേക്ക് ലോകത്താകമാനമുള്ള പ്രവാസികൾ ആ അർത്ഥത്തിൽ അവരുടെ രാജ്യത്തെ നമ്മൾ ഒരുപാട് ഊട്ടിയിട്ടുണ്ട്, ഉണ്ണാൻ കൊടുത്തിട്ടുണ്ട്. ഒരു തലമുറ നമ്മുടെ അധ്വാനത്തിന്റെ കൊണ്ട് അവർ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റൊരു മേഖലയിൽ നമ്മുടെ ഒരു കയ്യൊപ്പ് ഇല്ല. ആ അർത്ഥത്തിൽ നമുക്കൊരു ദിശാബോധം നൽകാൻ ഒരാൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു സംഘടന ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ആ അർത്ഥത്തിൽ നമുക്ക് നാളത്തേക്കുള്ളത് ഒന്നും സ്വരൂപിച്ചു വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. സാഹിത്യത്തിലും കഴിഞ്ഞിട്ടില്ല, ഭൗതിക ജീവിത പരിസരത്തും സാധിച്ചിട്ടില്ല. അതിന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ മേഖലയിലാണ് ഞാനൊക്കെ നിരന്തരമായി പ്രഭാഷണത്തിലും എഴുത്തിലും ഒക്കെ പറയുന്നത്. ഈ ഒരു ആനന്ദോത്സവങ്ങളിൽ നിന്ന് കുറെ കൂടെ അകക്കാമ്പുള്ള ഇടങ്ങളിലേക്ക് നമ്മുടെ ചർച്ചകളും സംവാദങ്ങളും വരണം. നമുക്ക് ആ മേഖലയിലൊക്കെ ഇപ്പൊ നമുക്ക് ലോകത്താകമാനമുള്ള ഏത് മനുഷ്യരോടും മത്സരിച്ച് നിൽക്കാൻ പറ്റുന്ന വലിയ മനുഷ്യരുടെ അല്ലെ ബിസിനസ്സിലാണെങ്കിലും ഒക്കെ തന്നെ ഉണ്ട്. അവരുടെയൊക്കെ കഴിവുകൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ അധ്വാനത്തെയും നമ്മുടെ ജീവിതത്തെയും അടയാളപ്പെടുത്താൻ കഴിയുക. അധ്വാനത്തിന്റെ വിഹിതം ഞാൻ പറയുന്നത്, നമ്മുടെ സമ്പാദ്യത്തിന്റെ ഒരു വിഹിതത്തെ ഒരു കുറെ കൂടെ പിന്നെ നമ്മളിങ്ങനെ സ്ഥലം വാങ്ങിച്ചിടുക എന്നതിന്റെ ഒക്കെ അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ 2 മുറി പീഡിയ കെട്ടിയിടുക എന്നതിന്റെ അപ്പുറത്തേക്ക് എത്തിയിട്ടില്ല. ടൂറിസം പോലുള്ള മറ്റു മേഖലകളിലേക്കൊന്നും നമുക്ക് കാൽവെക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടുത്തെ ഒരു ചെറിയ ശമ്പളക്കാരനോട് പോലും അവന്റെ എന്തെങ്കിലും ഒന്ന് മിച്ചം വെച്ചിട്ട് അവന്റെ ഈ സമ്പാദ്യത്തെ അത്തരമൊരു മേഖലയിലേക്ക് വിനിയോഗിക്കാനും നമ്മുടെ ഒരു വ്യവസ്ഥിതിക്കോ നമ്മുടെ സംഘടനകൾക്കോ അത്തരം ഒരു ചിന്താശകലം വന്നിട്ടില്ല എന്നതാണ് അതിന്റെ ഒരു സങ്കടം എന്ന് പറയുന്നത്. തീർച്ചയായും നമ്മളുടെ സംഘടനകളും കൂട്ടായ്മകളും ഒക്കെ ആ ഒരു രീതിയിലൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലേ? അപ്പൊ അത് നമുക്ക് ആ ഒരു മേഖലയിലൂടെ കടന്നു പോകാം. തീർച്ചയായിട്ടും അത്ര ഒരു ദിശാബോധം നൽകുന്ന സംവാദങ്ങളിലേക്കും ചർച്ചകളിലേക്കും ആലോചനകളിലേക്കും അരനൂറ്റാണ്ടിന് ശേഷമെങ്കിലും നമ്മൾ വരണം. ഒപ്പം എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് നമ്മുടെ എഴുത്ത് ലോകത്തോട് പറയാനുള്ളത്, ഇവിടുത്തെ മനുഷ്യര് നമ്മൾ ഈ വെളിച്ചം രാത്രി അർദ്ധരാത്രി പോലും വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു നഗരമാണല്ലോ വിജയൻ മാഷൊക്കെ പറയുന്നത് പോലെ. പക്ഷെ അതിന്റെ അപ്പുറത്തും കുറെ മനുഷ്യർ, വെളിച്ചം കാണാത്ത മനുഷ്യരും ഉണ്ട്. അറബി വീടുകളിൽ ജീവിക്കുന്നവർ, കെഫ്റ്റീരിയകൾക്കകത്ത് ജീവിക്കുന്നവർ, ഒരു ദിവസം ഒരു ലീവില്ലാത്ത മനുഷ്യർ, അവർക്കും ജീവിതമുണ്ട് എന്നും ഈ വെളിച്ചത്തിന്റെ അപ്പുറത്ത് അവരുടെ ഒരു കണ്ണീരിന്റെ നനവുണ്ടെന്നും അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അവരെ തന്നെ കത്തിച്ചിട്ട് അവരുടെ ബന്ധുമിത്രാദികൾക്ക് വെളിച്ചമായി തീരുന്ന മനുഷ്യരെ കുറിച്ചും അവരുടെ വിഫലതകളെ കുറിച്ചും അവരുടെ നെരിപ്പോടുകളെ കുറിച്ചും അവരിൽ നിന്ന് തേഞ്ഞുമാഞ്ഞു പോകുന്ന അവരുടെ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളെ കുറിച്ചൊക്കെ പിന്നെ നമ്മൾ എഴുതപ്പെട്ടിട്ടേ ഇല്ല. ഇവിടെയാണ് ബെന്യാമിന്റെ ഒരു ആടുജീവിതം. അതൊരു ഒരു ഒരു തുരുത്താണ്. നമ്മളപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ലോകമുണ്ട്. അപ്പൊ ഞാനൊക്കെ ഈ സമയം കിട്ടുമ്പോഴൊക്കെ ഇത്തരം സ്ഥലങ്ങളിൽ ചെന്നിട്ട് ആ മനുഷ്യരോടൊപ്പം ജീവിക്കാറുണ്ട്. അപ്പോഴാണ് ഇത്തരം മനുഷ്യരെ കേൾക്കുമ്പോഴാണ്, ദൂരെ നിന്ന് അവരുടെ ജീവിതം കാണുമ്പോഴാണ് നമ്മുടെ ജീവിതം എത്രമേൽ അശ്ലീലമാണ് എന്ന് നമുക്ക് തോന്നുക. കാരണം നമ്മൾ ഈ കാണുന്ന ഈ പൊടിപ്പും തൊങ്ങലും ഒന്നുമല്ല ജീവിതമെന്നും അവര് കാലാവസ്ഥയോട്, കാരണം അവർക്ക് കുടിക്കാൻ വെള്ളമില്ല,
എപ്പോഴെങ്കിലും അറബി ഒരു വണ്ടിയിൽ കുറെ പാത്രത്തിലൊരു വെള്ളവും പഴയ കുറെ റൊട്ടിയും കൊണ്ടുപോയിട്ട് കൊടുക്കുന്നു, അതവർ ജീവിക്കുന്നു. അവർ ചെരുപ്പ് ഉപയോഗിക്കില്ല മരുഭൂമിയിൽ, ചൂട്. അപ്പോൾ ഈ പ്രകൃതിയുമായിട്ട് പണ്ട് കാലങ്ങളിൽ കേരളത്തിൽ ആരും കുപ്പായ ഇടാറുണ്ടായിരുന്നില്ല. ഞാൻ പലപ്പോഴും എല്ലാ സ്ഥലത്തും പറയാറുണ്ട്, കുപ്പായം വളരെ അപൂർവം, ഒരു തോർത്തുമുണ്ട് ഇട്ടാലായി. അപ്പൊ അവർക്ക് ചൂടായാലും തണുപ്പാണെങ്കിലും അവര് ഈ പ്രകൃതിയുമായി ഇണങ്ങി ചേർന്നിരുന്നു. ചെരുപ്പ് ഉപയോഗിക്കില്ല, മണ്ണിൽ ചവിട്ടിയിട്ട് തന്നെയാണ് നടക്കുന്നത്. പക്ഷെ അവർക്കൊരിക്കലും സ്കിൻ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. ഇന്ന് മലയാളിയുടെ ഏറ്റവും വലിയ വിഷയം ഒന്ന് ഈ ജോയിന്റ് പെയിനും സ്കിൻ പ്രോബ്ലമാണ്. കാരണം നമ്മൾ സൂര്യപ്രകാശം, കുട്ടികളെ പോലും പഠിപ്പിക്കുന്നത് ചെരുപ്പിടാതെ മണ്ണ് ചവിട്ടരുത് എന്നാണ്. നമ്മുടെയൊക്കെ വിരൽത്തുമ്പിൽ ഇപ്പോഴും അന്ന് നമ്മൾ മണ്ണ് കുഴച്ച് കണ്ടിരുന്ന സ്വപ്നങ്ങളുടെ ഒരു ഗന്ധം ഇപ്പോഴും നമ്മുടെ തലമുറയുടെ ഇതുണ്ട്. ഇത് കാലത്തിന്റെ ഒരു മാറ്റമാണ്, നമ്മളിത് അറിയുന്നു. പക്ഷെ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന രീതിയിൽ നമ്മളൊരു തിരുവാതിരയെ കുറിച്ചുള്ള ഒരു ഗൃഹാതുരത്വ ഓർമ്മയൊന്നുമല്ല. പക്ഷെ ഓർമ്മയിൽ നിലനിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് പിന്നെ മറവിയുടെ ഒരു കടലെടുക്കിൽ നിന്ന് വിമോചനം സാധ്യമാവും. ഓർമ്മ ഉണ്ടാവണം. ഓർമ്മകൾ നശിച്ചു പോയ ഒരു തലമുറയും ചരിത്രത്തിൽ അടയാളപ്പെട്ടിട്ടില്ല. തീർച്ചയായും. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാ സാർ ഓരോ കാര്യങ്ങളെ പറ്റിയും സംസാരിക്കുന്നത്. ഈ എഴുത്തിലേക്ക് കടന്നു വന്നിട്ട് എത്ര വർഷമായി? ഞാൻ പിന്നെ പഠിക്കുമ്പോൾ തന്നെ ഏതാണ്ട് എനിക്കൊന്ന് 9ാമത്തെ വയസ്സിലാണ് കേരള കൗമുദിയിലാണ് എന്റെ ആദ്യത്തെ ലേഖനം. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാണ്. ഒരു വാക്സിൻ കരാർ ഉണ്ടാക്കുന്നു. കാരണം യൂറോപ്പിൽ എവിടെയോ ഉണ്ടാക്കുന്ന, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഒരു ചെറിയ ലേഖനമാണ്. ആ വാക്സിൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അനുമതി കൊടുക്കുന്നു രാജീവ് ഗാന്ധി. അതിനെതിരായിട്ടാണ്, കാരണം ഞാൻ എൻ്റെ ആദ്യ ലേഖനം വരുന്നത് അത് പഠിക്കുമ്പോൾ ഞാൻ SFIയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സമയത്താണ്. അതിനെതിരായിട്ടാണ് എൻ്റെ ആദ്യത്തെ ലേഖനം. പിന്നീട് എത്രയോ ലേഖനങ്ങൾ വന്നു. അതാണ് എൻ്റെ ഒരു, പക്ഷെ അത് പഠിക്കുന്ന സമയം തന്നെയാണ്. എഴുത്തിലേക്ക് പൂർണ്ണമായും കടന്നു വന്നിട്ട് എത്ര കാലമായി? ഇത് പ്രവാസ ലോകത്ത് എത്തിക്കഴിഞ്ഞാണോ? അല്ല, സജീവമായത് പ്രവാസത്തിൽ വന്നപ്പോഴാണ്. അല്ല, എന്റെ പ്രവാസം വളരെ ചെറുപ്പത്തിലേ തുടങ്ങുന്നുണ്ട്. ഞാനൊരു 16-17 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് കേരളം വിട്ടിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. അത് എനിക്ക് നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കൊല്ലപ്പെടുമെന്ന് തോന്നുന്ന ഒരു ഘട്ടമെത്തുമ്പോഴാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിരുന്നു. പിന്നെ ഞാൻ പ്രവർത്തിച്ചിരുന്ന പാർട്ടി തന്നെയാണ് എന്നെ പിന്നെ മദ്രാസിലേക്ക്, അത് മദ്രാസാണ് ഇന്നത്തെ ചെന്നൈ. അതൊരു യാത്രയാണ്. അവിടെ നിന്ന് തുടങ്ങിയ ഒരു യാത്രയാണ് ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുന്നത്. ശരിക്കും പറയാം, നാട്ടിൽ നിന്നും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ സമയത്താണ്, അന്ന് തല രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേരളം വിട്ട് തമിഴ്നാട്ടിലും ബോംബെയിലും പോയതെങ്കിൽ പിന്നെ ജീവിതം പടുത്തുവരുത്താൻ വേണ്ടിയിട്ട് പ്രവാസം കുറെ കൂടെ വിസ്തൃതമായി എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ സാറി പറഞ്ഞു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സാഹചര്യം തല രക്ഷിക്കാൻ വേണ്ടിയായിട്ട് നമ്മൾ ഓടിയെന്നു. സാർ, ഈ രാഷ്ട്രീയം നമ്മുടെ കോളേജുകളിലെ രാഷ്ട്രീയത്തെ സാറ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്? കോളേജിൽ മാത്രമല്ല, സത്യം പറഞ്ഞു. അല്ല, അങ്ങനെയല്ല. അതിനെ നമ്മൾ വരുത്തി തീർക്കുന്ന ഒരു പിന്നെ ഒന്ന് ചടുലമായ ഒരു കാലത്തെ സൃഷ്ടിക്കേണ്ടത് യഥാർത്ഥത്തിൽ ക്യാമ്പസ് തന്നെയാണ്. എന്തുകൊണ്ട് കേരളം ഇപ്പോൾ ഒരു ജഡാവസ്ഥയിലേക്ക് പോകുന്നു? ക്യാമ്പസ് ജഡാവസ്ഥയായിരിക്കുന്നു എന്നതാണ്. ഒരു അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന് അവർക്ക് ഞാൻ എന്ന വളരെ ചുരുങ്ങിയ ഒരിടത്തേക്ക് വരേണ്ടി വരും. ഞാൻ നന്നായി വസ്ത്രം ധരിക്കുന്നു, ഒരു വാഹനത്തിൽ ബൈക്കിലോ കാറിലോ ചെന്നിട്ട് കോളേജിൽ പോകുന്നു, പഠിക്കുന്നു, ഇറങ്ങി വരുന്നു. എത്രമാത്രം യാന്ത്രികമാണത്. അപ്പൊ ഞാൻ എന്ന് പറയുമ്പോൾ ഉള്ള ഒരു പരിമിതി, നമ്മുടെ ഞാൻ എന്ന വാക്ക് 2 അക്ഷരാണല്ലോ. ഈ വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ ചുണ്ടുകൾ ഇങ്ങനെ വിട്ടുപോകും. ഞാൻ എന്ന് പറയുമ്പോൾ 2 ചുണ്ടുകൾ. ഞാൻ എന്നത് ഒരു യഥാർത്ഥത്തിൽ അശ്ലീലതയാണ്. നമ്മളെന്ന് പറയുമ്പോൾ 2 ചുണ്ടുകൾ മനോഹരമായിട്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കും. ഞാനെന്നൊരു അവനവനിസത്തിലേക്ക് നമ്മളൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഈ നമ്മൾ എന്ന് പറയുന്ന ഒരു കൂടിച്ചേരലിന്റെ ഏറ്റവും മനോഹാരിത ഉണ്ടല്ലോ. അപ്പൊ ക്യാമ്പസ് ഉണ്ടാക്കിയിരുന്ന ഒരു വലിയ വെളിച്ചം അതാണ്. നമ്മൾ എന്ന ഏറ്റവും ബൃഹത്തായ ഒരു വെളിച്ചപ്പാടിലേക്ക് നമ്മൾ എത്തിപ്പെട്ട ഒരു കാലമുണ്ട്. അന്ന് ലോക സാഹിത്യവും ലോക കവിതകളും മുദ്രാവാക്യങ്ങളും പൂത്ത ഒരു ആര്യദയാലിന്റെ ഒരു കവിതയുണ്ടല്ലോ,
സഖാവ് എന്ന് കേട്ടിട്ടുണ്ട്. അത് ആ കാലത്തെ കുറിച്ചുള്ള ഒരു അവിടെ പ്രണയാതുരമായ ഒരു മാധുര്യം നമുക്ക് അകത്തുണ്ടെങ്കിൽ പോലും നമ്മുടെ ഹൃദയങ്ങളിൽ എരിയുന്നൊരു കനലുണ്ട്. എൻ വി കൃഷ്ണവാര്യരുടെ ഒരു കവിതയുണ്ട്, കനലിരുന്നിടം മലിനമാക്കിക്കൊണ്ട് അവിടെയുണ്ട് ഇപ്പോഴൊരു പിടിച്ചാരം എന്ന് പറയുന്നത്. മനോഹരമായി കത്തിജ്വലിച്ചിരുന്ന ഒരു അഗ്നികുണ്ഡത്തിന്റെ ആ സൗന്ദര്യത്തെ മുഴുവൻ കെടുത്തി കളഞ്ഞിട്ട് അവിടെ ഇപ്പോൾ ഒരു വെണ്ണീരും ചാരം മാത്രമേ ഉള്ളൂ എന്ന് എൻ വി ഒരു 10-60 കൊല്ലം മുമ്പ്. അപ്പൊ മലയാളിയുടെ ഏറ്റവും മനോഹരമായ അഗ്നിനാമ്പുകളൊക്കെ കെട്ടുപോയിട്ട് അവിടെ ഇപ്പോൾ ഒരു പിടി വെണ്ണീര്, ജാതിയുടെ, മതത്തിന്റെ, രാഷ്ട്രീയത്തിന്റെ, പൗരോഹിത്യത്തിന്റെ, ആൾദൈവങ്ങൾക്കുള്ള അകത്തളങ്ങളിലേക്കൊക്കെ പോകുന്ന മലയാളിയെ കാണുമ്പോൾ നമുക്കൊക്കെ സങ്കടമാണ്. കാരണം നമ്മൾ കണ്ട കിനാവ് ഇതായിരുന്നില്ല എന്നിടത്താണ്. വളരെ ചെറിയൊരു തുരുത്തിലേക്കോ ചെറിയ വട്ടത്തിലേക്കോ അല്ല, ഒരു ആകാശത്തിന്റെ വിസ്തൃതിയിലേക്ക് പറക്കാനുള്ള എല്ലാ എല്ലുറപ്പുമുള്ള ഒരു സമൂഹമാണ്. കാരണം അത്രമേൽ അനുഭവം നമുക്കുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ഭാഷയെ മറികടന്നൊരു സമൂഹമാണ് നമ്മുടേത്. ദേശങ്ങളെ മറികടന്നവരാണ് അല്ലെ. ഏത് ഇപ്പം ഗൾഫൊക്കെ വരുന്നതിന് മുമ്പ് എൻ്റെ ഒക്കെ തലമുറ ബർമയിലായിരുന്നു. യു എ ഖാദർ ഉണ്ട്, മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരൻ. അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്, അദ്ദേഹം എൻ്റെ കുടുംബമാണ്. അദ്ദേഹം ഒരു ബർമ്മക്കാരി ആണ്. അമ്മ പിന്നെ ബാപ്പ കൊയിലാണ്ടിക്കാരനാണ്. അപ്പൊ അന്ന് ബർമ്മ അടച്ചപ്പം അവിടെ നിന്ന് നടന്നു വന്ന കൂട്ടത്തിൽ എൻ്റെ ഉമ്മയുടെ ബാപ്പയും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ വഴിയിൽ വെച്ച് മരിക്കുന്നു, അവിടെ തന്നെ ഇട്ടേച്ച് വരിക ചെയ്യുന്നത്. ഈ അഭയാർത്ഥിത്വം ഒരു ഗൾഫ് യുദ്ധകാലത്ത് മാത്രമല്ല, മനുഷ്യരാശിയുടെ എല്ലാ കാലത്തും ഇങ്ങനെ അലയേണ്ടി വരുന്നുണ്ട്. എല്ലാ മനുഷ്യരും കുറെ സുഖാനുഭൂതിയിൽ ജീവിക്കുന്നു, പിന്നീട് ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഈ അഭയാർത്ഥികളായി തീരുകയും ചെയ്യുന്നുണ്ട്. സാറ് ക്യാമ്പസിനെ പറ്റി പറഞ്ഞ ഒരുപാട് കറക്റ്റ് കാര്യമാണ്. ഇപ്പം എന്റെയൊക്കെ ക്യാമ്പസ് കാലഘട്ടത്തിലും നമ്മൾ പിടിക്കുന്ന കൊടിയുടെ നിറം വ്യത്യസ്തമായിരിക്കും. പക്ഷെ ഉച്ചയ്ക്ക് ആ ഒരു പൊതിച്ചോറിനുള്ളില് ഈ പല കൊടി പിടിച്ച കൈകളാണ് ഒരുമിച്ച് വന്ന് ചേരുന്നത്. അത് വളരെ സുഖകരമായ ഒരു കാലഘട്ടം തന്നെ ആയിരുന്നു. പിന്നെ ഈ നമ്മളൊക്കെ ഈ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട നമ്മുടെയൊക്കെ മനസ്സുകളിൽ നിന്ന് അവിടെ കലാപം ഉണ്ടാവുന്നു, കൊലപാതകങ്ങൾ ഉണ്ടാവുന്നു. നമ്മുടെ വീടകങ്ങളിൽ അത്രമാത്രം ശാന്തമാണോ? വീടകങ്ങൾ സത്യമാണ്. അവിടെ ജ്യേഷ്ഠനും അനുജനും അച്ഛനും അമ്മയും മക്കളും ഒക്കെ തമ്മിൽ കലാപങ്ങൾ ഉണ്ടാവാറുണ്ട്, ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്, പിണക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ക്യാമ്പസ് അത്രയൊന്നും അല്ല. സ്വാഭാവികമായിട്ടും അത്തരം കലാപങ്ങൾ ഉണ്ടാവണം. കലാപങ്ങളിലൂടെയാണ് നമുക്ക് നമ്മെ തന്നെ ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കുക. കലാപങ്ങൾ ഞാൻ പറയുന്നത് പിന്നെ ഈ നിലപാടുകളുടെ കലാപങ്ങളാണ്, അകത്തുള്ള കലാപങ്ങൾ, അല്ലാതെ ഈ ആയുധങ്ങൾ എടുത്തിട്ടുള്ള ഈ ചോര തെറിപ്പിച്ചിട്ടുള്ള കലാപങ്ങളല്ല. പോരാടിയവരായ ചരിത്രത്തിലുള്ളൂ. ഇപ്പം സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു ഇതുണ്ട്, അദ്ദേഹം ഈ IPS പരീക്ഷയുടെ തലേന്ന് പഠിക്കാൻ വേണ്ടിയിട്ടൊരു മുറിയിലിട്ട് പൂട്ടുന്നുണ്ട്. പിന്നെ അപ്പൊ അദ്ദേഹം ജനാൽ കമ്പി അഴിച്ചു മാറ്റിയിട്ട് പുറത്തേക്ക് ചാടി പോവാണ്. ഒരുപക്ഷെ അച്ഛനും അമ്മയും പഠിപ്പിച്ചിരുന്ന ഒരു ആ പരീക്ഷ പാസ്സാവുകയും ഒരു കളക്ടറായി തീരുകയും ചെയ്തിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് കളക്ടർമാരിൽ ഒരാളായി ആ മനുഷ്യൻ മാറും. പക്ഷെ അന്ന് ജനൽ കമ്പി പൊട്ടിച്ചിട്ട് അദ്ദേഹം പുറത്തേക്ക് പോയത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും ഒരു പോരാട്ടോജ്വലമായ ഒരു ഇടത്തേക്കാണ്. അതുകൊണ്ട് നമുക്കൊരു ദാസിനെ കിട്ടി. അങ്ങനെ പുറത്തേക്ക് ചാടിയവരാണ് ചരിത്രത്തിൽ ഇടം നേടിയവർ. അകത്തെ സുഖശീതളമയിൽ ഇരുന്നവർ ചരിത്രത്തിൽ എവിടെയും അടയാളം ഉണ്ടാക്കിയിട്ടില്ല. അവർ നമ്മുടെ ഓർമ്മയുടെ ശിഖരങ്ങളിൽ ഇപ്പോഴും ഇല്ലതാണ്. സാർ ഇതുവരെ എത്ര പുസ്തകങ്ങൾ രചിച്ചു? എന്റെ 13 പുസ്തകങ്ങൾ. 13 പുസ്തകങ്ങൾ. അതില് ഒരു പ്രത്യേകത ഒരുപക്ഷെ അടയാളപ്പെടുത്തേണ്ടത്, പിന്നെ ഒരു പുസ്തകം 100 പേരുടെ ഒരു ജീവചരിത്രമുണ്ട്. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്തൊരു പുസ്തകം 100 പേരുടെ അമ്മമാരെ കുറിച്ചുള്ള ഒരു ഓർമ്മയാണ്. ശശി തരൂർ അടക്കമുള്ള പിന്നെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ, റിസോൾ പൂക്കുട്ടി അടക്കമുള്ള അവരുടെ അമ്മമാരെ കുറിച്ചുള്ള ഒരു ഓർമ്മ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ തന്നെ ചെയ്തൊരു വർക്ക് ഈ 100 പേരുടെ ഈ മരുഭൂ ജീവിതത്തിലെ അവരുടെ ഒരു ജീവചരിത്രം, അതാണ് ഒരുപക്ഷെ അടയാളപ്പെടുത്തേണ്ടുന്ന ഒരു പുസ്തകം എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ പൊതുവെ നമ്മള് കണ്ടുവരുന്ന ഈ ഒരു എഴുത്ത് ലോകം, സാഹിത്യ ലോകം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു പൊളിച്ചെടുക്കലുകൾ ആവശ്യമുള്ള ഒരു മേഖലയായിട്ട് നമ്മുടെ ഈ ഒരു സാഹിത്യ ലോകം അല്ലെങ്കിൽ ഒരു എഴുത്ത് ലോകം മാറേണ്ടിയിരിക്കുന്നു എന്ന്.
അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നല് സാറിനുണ്ടായിരുന്നു? ഞാനത് അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ഈ പ്രവാസാനുഭവങ്ങൾ അതാ ഞാൻ കൃത്യമായി നേരത്തെ അടയാളപ്പെടുത്തിയത്. നമുക്കിത് രേഖപ്പെടുത്താൻ പറ്റിയിട്ടില്ല, നമ്മുടെ അക്കാഡമികൾക്ക് സാധിച്ചിട്ടില്ല, ഒരു പഠനങ്ങൾ കൃത്യമായി നടത്താൻ പറ്റിയിട്ടില്ല. ഒന്ന്, ഈ ഇസ്ലാമിന്റെ ആവിർഭാവം ഏതാണ്ട് 1500 കൊല്ലം അല്ലെങ്കിൽ 1400 കൊല്ലമാണല്ലോ. അതിന്റെ മുമ്പ് ജീവിച്ച ഒരു ഇമ്രുൽ ഖൈസ് എന്ന് പറയുന്ന ഒരു കവിയുണ്ട് ഇവിടെ ഗൾഫിൽ, അറബ് കവിയാണ്. അദ്ദേഹത്തിന്റെ ഒരു കവിത ഉണ്ട്, അത് 1800 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഈ മലബാറിലെ കുരുമുളകിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് മുമ്പേ ഈ മണ്ണുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. മാത്രമല്ല മലയാളത്തിൽ നാം ഉപയോഗിക്കുന്ന 3000-ലേറെ വാക്കുകൾ അറബി പേർഷ്യൻ വാക്കുകളാണ്. ഇപ്പൊ ജഡ്ജി എന്ന് പറയുന്ന വാക്ക്, കത്ത് എന്ന വാക്ക്, താലൂക്ക് എന്ന വാക്ക്, ഇതൊക്കെ അറബി വാക്കുകളാണ്. ഇങ്ങനെ ഒരു 3000 വാക്ക് മലയാളത്തിൽ നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന വാക്കുകൾ മുഴുവനും പേർഷ്യൻ അറബി വാക്കുകളാണ്. ഈ അടുത്ത് ഞാനും ഈ മലബാറിനെ പ്രതിനിധീകരിച്ച് ഞാനും അറബ് പ്രതിനിധീകരിച്ച ഇവിടുത്തെ 2 എഴുത്തുകാരും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ പറയുന്നുണ്ട്, വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അറബ്. അപ്പൊ ഇങ്ങനെ അഭേദ്യമായ ഒരു പൊക്കിൽ കൂടി ബന്ധം ഈ നാടുമായി നമുക്കുണ്ട്. അവിടെ മതവും ജാതിയും നിറമൊന്നുമില്ല, അല്ലാതെ തന്നെ ഉണ്ട്. കോഴിക്കോട്ട് വെളിച്ചം കാണാൻ വേണ്ടിയിട്ട് അറബികൾ വന്നൊരു കാലമുണ്ട്. കാരണം അന്ന് മിഠായിത്തെരുവില് രാത്രിയിലും പെട്രോൾ മാക്സുകളുടെ വെളിച്ചം, അവരതിലൂടെ ഇങ്ങനെ കല്ലായി ഭാഗങ്ങളിലൊക്കെ, ഇപ്പൊ മാമുക്കോന്റെ ഒക്കെ ജീവിതത്തിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. അവിടെ അറബികൾ വന്ന് കല്യാണം കഴിച്ച എത്രയോ കുടുംബങ്ങളുണ്ട്, എത്രയോ കുടുംബങ്ങൾ ഇപ്പോഴും ഇവിടെയില്ല. പലരുമായിട്ടും നേരിട്ട് സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്, ചിലരെങ്കിലും എൻ്റെ ബന്ധുക്കളായിട്ടുള്ളവരുണ്ട്. അപ്പൊ അന്ന് തൊട്ടേ ഈ മനുഷ്യരുമായിട്ട് നമ്മൾ ഒരു അറബാബ് അല്ലെങ്കിൽ ആ ഒരു ബന്ധമല്ല നമ്മൾ യഥാർത്ഥത്തിൽ. 2 സംസ്കാരങ്ങളുടെയും ഒരു കൂടിച്ചേരൽ നൂറ്റാണ്ടുകളോളുണ്ട്. പക്ഷെ ഇതിനെ അരക്കിട്ടുറപ്പിക്കുന്ന, ഇതിനെ ഒരു വിസ്തൃതമാക്കുന്ന വിധത്തിലുള്ള ഒരു ശ്രമങ്ങളും പിന്നീട് ഉണ്ടായില്ല എന്നതാണ്. നമ്മുടെ സാഹിത്യ അക്കാദമിയിലൊക്കെ നമ്മുടെ മറിയം ഷിനാസിയെ പോലുള്ള കവികളൊക്കെ പോയി കവിതയൊക്കെ ചൊല്ലാറുണ്ടെങ്കിൽ പോലും കുറെ കൂടെ ആഴത്തിലും പരപ്പിലും ഈ മണ്ണുമായും ഈ സംസ്കാരവുമായും ഈ ഭാഷയുമായും ഈ മനുഷ്യരുമായും നാം ഇടകലരേണ്ടിയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രവാസ ജീവിതം എത്രത്തോളം താങ്കളെ സന്തോഷിപ്പിക്കുന്നുണ്ട്? ഞാൻ അതുകൊണ്ട് അവിടുന്ന് പോകാത്തത്. ഞാൻ ദുബായ് സിവിൽ ഏവിയേഷനിൽ ഒരു 29 കൊല്ലം 30 കൊല്ലത്തോളം അടുത്ത് ജോലി ചെയ്തു. ഞാൻ റിസൈൻ ചെയ്തു. എന്നിട്ട് ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ ഒരു കാരണം, ഇവിടെ ഒന്നിനും കളങ്കമില്ല. സ്നേഹത്തിനാണെങ്കിലും ബന്ധത്തിനാണെങ്കിലും. ഇപ്പം നമുക്കൊരാളെ സഹായിക്കണമെന്ന് തോന്നുമ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് നമുക്കത് സാധ്യമാവും. നാട്ടിലത് അത്ര എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നമ്മളൊക്കെ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിലും ജീവകാരുണ്യ മേഖലയിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ടും മനുഷ്യരെ സഹായിക്കാനും മനുഷ്യരോടൊപ്പം ചേർന്ന് നടക്കാനും ഇപ്പോഴും വിഷലിപ്തമല്ല നമ്മുടെ മനസ്സ്, ഇവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ മനസ്സ്. എന്നൊരു അപ്പുറം ജീവിക്കുന്ന മനുഷ്യരുടെ ഒന്നും അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വരുന്നത്. കുറെ കൂടെ നമുക്ക് ഒരു തെളിമയിൽ നിൽക്കാൻ കഴിയും എന്ന് എനിക്ക് ഒരു വിശാലമായി ചിന്തിക്കാൻ പറ്റുന്ന ഒരിടം തന്നെയാണ്. എന്താ പറയുന്നത്, 168 രാജ്യങ്ങളുടെ സംസ്കാരങ്ങൾ, അവരുടെ ഭാഷകൾ, അവരുടെ വസ്ത്രങ്ങള്, അവരുടെ പിന്നെ ഭക്ഷണങ്ങള്, അവരുടെ രുചിയുണ്ടല്ലോ, അവര് നമ്മുടെ രുചി അറിയുന്നു. അവരുടെ സ്വഭാവത്തിന്റെ ചിലപ്പം മോശപ്പെട്ട അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് നമ്മെ തന്നെ കഴുകി തുടച്ച് വൃത്തിയാക്കാൻ ഉതകുക ഒരാളുടെ ജീവിതം കാണുമ്പോഴാണ്. അങ്ങനെ ആകാശത്തിന്റെ കീഴെ അത്തരമൊരു അനുഭവങ്ങളുടെ ഒരു സമൃദ്ധി ഈ മണ്ണിലുണ്ട്. തീർച്ചയായും. അതുകൊണ്ടാണ് നമുക്ക് പിന്നെ സർവ്വസ്വാതന്ത്ര്യം എന്നൊക്കെ പറയില്ല നമ്മള്, അല്ലേ? നമുക്ക് മനുഷ്യരായി ജീവിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രത്യയശാസ്ത്രവും ദർശനവും വിശ്വാസാചാര അനുഷ്ഠാനക്രമങ്ങളും കൃത്യമായി പരിപാലിച്ചു പോവാം. ഒരു എതിർപ്പും ഇല്ല, ഒരാൾക്കുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചു പോവാം. നിങ്ങൾക്ക് മനുഷ്യരോട് ഇല്ല, നമ്മുടെ പാർക്കുകളൊക്കെ പോകുമ്പം അവിടെ ഇന്ന സ്ഥലങ്ങളില് ഇപ്പൊ നമ്മള് ജാതീയതയുടെയും അതിർവരമ്പുകളൊക്കെ നവോത്ഥാനം സൃഷ്ടിച്ചൊരു വലിയ ശ്രമം കൊണ്ട് ഇല്ലാതാക്കിയെങ്കിൽ പോലും നൂറ്റാണ്ടുകളോളം ഇത് അനുഭവിച്ചൊരു തലമുറയാണ്. വഴി നടക്കാൻ മനുഷ്യർക്ക് ഇല്ലാതിരുന്നൊരു കാലം. അതോ 1000 കൊല്ലം മുമ്പൊന്നുമല്ല, നമ്മളൊക്കെ ജനിച്ച നൂറ്റാണ്ടിൽ തന്നെ മനുഷ്യരെ അത്തരം അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു മണ്ണിലെ ഒരു സാംസ്കാരിക ബോധത്തിലേക്ക്
അതിൻ്റെ അഭിമാനത്തോടെയും ഇത് പറയുമ്പോൾ നാം നമ്മുടെ ദേശത്തെ ഒരു അങ്ങനെയല്ല, നമ്മളൊരു നന്മ പറയുമ്പോൾ നമ്മൾ അനുഭവിച്ചു വന്ന ഒരു കാര്യം ഉണ്ട്. അത് നമ്മുടെ അകത്തിപ്പോഴും ഉണ്ട്. എവിടെയെവിടങ്ങളിൽ ചട്ടികലങ്ങൾ എടുത്തെറിയുന്നുണ്ട് ഈ പാരിടത്തിൽ എന്നാണ്. എവിടെയൊക്കെ അനാഥരാക്കപ്പെടുന്ന മനുഷ്യരുടെ, തിരസ്കരിക്കപ്പെടുന്ന മനുഷ്യരുടെ, ജീവിതത്തിൽ നിന്ന് ദൂരേക്ക് വലിച്ചെറിയപ്പെടുന്ന മനുഷ്യരുടെ ചട്ടികലങ്ങൾ എന്നൊക്കെ ഇടശ്ശേരി പറയുന്നത് അതുകൊണ്ടാണ്. എറിഞ്ഞുടച്ച അവിടങ്ങളിൽ നിന്ന് അത് പെറുക്കിയിട്ട് വേണം നമ്മളൊരു ദേശത്തെ സൃഷ്ടിക്കേണ്ടത്, അവരെയും കൂടെ ചേർത്തിട്ടാണ്. പക്ഷെ അവിടെ അത്തരമൊരു പിന്നെ ഇടശ്ശേരിയ കവിത എഴുതിയിട്ട് എത്ര പതിറ്റാണ്ടായി. ഇപ്പോഴും ചില മനുഷ്യരെങ്കിലും അങ്ങനെ നമ്മുടെ അഹംബോധത്തിന്റെ വലിയ പിന്നെ തിരതള്ളലിൽ, കോമരം തുള്ളലുകളിൽ ഇപ്പോഴും അനാഥരാക്കപ്പെടുന്നു എന്നതാണ്. ആധുനിക കാലത്തും നമുക്ക് എത്ര അക്കാഡമിക് വിദ്യാഭ്യാസം ഉണ്ട്, എത്ര സമ്പന്നമാണെങ്കിൽ പോലും, നമ്മുടെയൊക്കെ വീടുകൾ കൊട്ടാര സദൃശമായ പിന്നെ ആണെങ്കിൽ പോലും വീട്ടിന്റെ മുറ്റത്ത് വലിയ കാറുകൾ ഉണ്ടാവുന്നു, എല്ലാ സുഖസമൃദ്ധിയിലും ജീവിക്കുമ്പോഴും നമുക്ക് നമ്മളിലേക്ക് തന്നെ അങ്ങ് ഒതുങ്ങിപ്പോവുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പുറത്തെ നമ്മുടെ വീടിന്റെ മതിലിന്റെ അപ്പുറത്തെ ജീവിതങ്ങളെ ഒന്ന് എത്തി നോക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല. അത്തരാർത്ഥത്തിൽ നമ്മൾ വലിപ്പപ്പെടുകയല്ല ചെയ്തത്, നമ്മൾ ചെറുതായി പോവുകയാണോ ചെയ്തത് എന്ന് സംശയിക്കേണ്ടത്. എൻ്റെ ആദ്യത്തെ പുസ്തകത്തിന്റെ പേര് നാം ഒരു തോറ്റ ജനത എന്നാണ്. അത് ജോണിന്റെ ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുബ്രഹ്മണ്യദാസിന്റെ ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നതിന്റെ ഒരു മിനിറ്റ് മുമ്പ് സുബ്രഹ്മണ്യദാസ് എഴുതിയ മരണക്കുറിപ്പിന്റെ പേരാണ് നാം ഒരു തോറ്റ ജനത എന്ന്. സച്ചിദാനന്ദന്റെ ഒരു കവിത ഉണ്ട്, ഈ ഓറഞ്ച് മരങ്ങൾക്കിടയിൽ, ഈ സുബ്രഹ്മണ്യദാസിനെ കുറിച്ചുള്ള കവിത ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അന്ന് 2005 ആ പുസ്തകം വരുന്നത്. അത് വലിയ വിവാദം ഉണ്ടാക്കിയൊരു പുസ്തകമായിരുന്നു. പക്ഷെ പിന്നീട് ആ പുസ്തകത്തെ വിമർശിച്ചവർ പോലും ഇന്നത്തെ ഒരു കേരളീയതയെ പറ്റി പറയുമ്പോൾ ബഷീറിന് അത് ദീർഘദർശനം നടത്താൻ കഴിഞ്ഞു എന്നത് എനിക്ക് മാത്രമല്ല, എല്ലാ എഴുത്തുകാരും, കവികൾക്ക് അങ്ങനെ ഉണ്ടല്ലോ. എഴുത്തുകാരൻ ഇന്നിനെ കുറിച്ചല്ല, ഇന്നിന്റെ കാൽപ്പനിക വിഭ്രമശാലയെ കുറിച്ചല്ല പറയേണ്ടത്, അവൻ നാളെയെ കുറിച്ചാണ് പറയേണ്ടത്. നിന്നോട് പറയാത്ത വാക്കുകൾ കെട്ടിക്കിടന്നെന്റെ നാക്ക് പൊള്ളുന്നു എന്ന് KG ശങ്കരപ്പിള്ള ഒരു കവിതയിൽ പരിഭവപ്പെടുന്നത് അതാണ്. നമ്മൾ ഇതിനെയൊക്കെ ഒരു സന്യാസത്തിന്റെ മനസ്സുകൊണ്ട് ഒരു കാവ്യവസ്ത്രധാരിയായ ഒരു മനുഷ്യൻ ചിക്കാഗോയിൽ പിന്നെ ഒരു സെപ്റ്റംബർ 11 ഒരു വാക്കുകൊണ്ടാണ് നമ്മുടെ മഹാസംസ്കൃതിയെ അടയാളപ്പെടുത്തിയത്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നാണ്, അല്ലെ, സഹോദരി സഹോദരന്മാരെ. യൂറോപ്പ് ആദ്യമായിട്ട് അത് കേൾക്കുന്നു. കാരണം അതിർത്തികളൊന്നുമില്ല. ഇംഗ്ലീഷുകാരനെന്നോ അല്ലെങ്കിൽ ഇസ്രയേലുകാരനെന്നോ ഫ്രാൻസ് ഇറ്റലിക്കാരനോ, നമ്മളൊക്കെ ഒരു മനുഷ്യരാണ്, അല്ലെ, എന്ന ഒരു വലിയ ഒരു വെളിച്ചത്തിലേക്കുള്ള ഒരു ഈ ഭഗവത്ഗീതയിലൊരു വിഖ്യാതമായ ഒരു ചോദ്യമുണ്ട്, അതൊക്കെയാണ് പ്രയുക്തയാം പാപം ചരിതി പരിശ എന്നാണ്. അത് ആയിരത്താണ്ടുകൾക്ക് മുമ്പ് ഒരു വേദോപനിഷത്ത് നമ്മുടെ തലച്ചോറിനെ പിളർത്തുന്നൊരു ചോദ്യം, അതൊക്കെയാണ് പ്രയുക്തയാം, ആരാണ് മക്കളെ നിങ്ങളെയൊക്കെ ഇങ്ങനെ പാപം ചെയ്യാൻ നിയോഗിച്ചിരിക്കുന്നത് എന്നാണ്. ജാതിയുടെ, മതത്തിന്റെ, നിറത്തിന്റെ, വർഗത്തിന്റെ ഒക്കെ പേരിൽ മനുഷ്യരെ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് നമുക്ക് ഈ ഒരു വലിയ സമൂഹത്തിൽ ജീവിക്കുകയും അവരുമായി ഇടപെടുകയും അവരുടെയൊക്കെ മനസ്സിൻ്റെ അകത്തെ വിഷവും അഴുക്കും ഒക്കെ കണ്ടിട്ട് നമ്മൾ എത്ര സന്തോഷത്തോടെയാണ് മലയാളികൾ ജീവിക്കുന്നത്, എത്ര സാഹോദര്യത്തോടെയാണ്. അപ്പം ഞാനിപ്പോൾ നേരത്തെ കുവൈറ്റില് ഗോപിനെ പറ്റി പറഞ്ഞത്, നല്ല തണുപ്പുള്ളൊരു സമയത്താണ്. അപ്പോൾ ഒരു ബെഡാണ് അന്ന് എംബസി, അപ്പൊ ബെഡ് പുതപ്പില്ല. അപ്പം ഗോപി എന്നോട് ചോദിച്ചു, നമ്മളങ്ങനെ തണുത്ത് വിറച്ചു പോവില്ലേ പക്ഷെ? അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം, ബെഡിനൊരു കവർ ഉണ്ടാവല്ലോ, ഞങ്ങൾ രണ്ടുപേരെ കവറിന്റെ അകത്തേക്ക് ബെഡ് തിരിച്ചിടും, വെറും നിലത്ത് കിടന്നിട്ട് കവറിന്റെ ഉള്ളിലേക്ക് കിടന്നിട്ട് ബെഡ് ഞങ്ങളുടെ മുകളിലേക്ക് ഇടും. അപ്പൊ അതാന്ന് എന്നോട് പറഞ്ഞു, നിങ്ങളൊരു ശാസ്ത്രജ്ഞനാവേണ്ടിയിരുന്ന മനുഷ്യരായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, നല്ല ജീവിതം നമ്മെ പഠിപ്പിച്ചത് ഇങ്ങനെ ചില ഘട്ടങ്ങളിലും നമുക്ക് ഈ അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുന്നത് നാം നമ്മുടെ ദേശത്തിന്റെ ആ വേലി അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ കട്ടിലപ്പടി കടന്ന് ദേശാതിർത്തികൾ കടന്ന് പോവാനുള്ള ഒരു സന്നദ്ധത അവിടെ തന്നെ കെട്ടിക്കിടക്കുമ്പോൾ അത് ജീർണമാവും, ദുർഗന്ധമാവും.
അതുകൊണ്ട് ഇപ്പം മലയാളി അങ്ങനെയല്ല, മലയാളി നിരന്തരം യാത്ര ചെയ്യുന്നുണ്ട് അല്ലെ. സത്യമാണ്. അതിനുള്ള സാമ്പത്തികമുണ്ട്. മുമ്പത്തെ യാത്ര സുഖാനുഭൂതിക്കായിരുന്നില്ല, മറിച്ച് വീടിന്റെ അകത്തളങ്ങളിലുള്ള മനുഷ്യരുണ്ട്, പട്ടിണി കിടക്കുന്ന മനുഷ്യർ, ഒരു മിന്ന് വാങ്ങിച്ചു കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ കല്യാണം കഴിക്കാനില്ലാതെ മൂലയിലേക്ക് തള്ളപ്പെട്ടവർ. വീട്ടിൽ ഭട്ടതിരിപ്പാടിന്റെ അരങ്ങ് കാണാത്ത നടൻ എന്ന ഒരു പുസ്തകമുണ്ട്, ഒരു നാടകം, പിന്നീട് അത് പുസ്തകമായി. അപ്പം ഞാൻ ഭട്ടതിരിപ്പാടിന്റെ വീടിന്റെ ഈ തിണ്ണയിൽ പോയി ഇരുന്നിട്ട് ഈ മനുഷ്യനുണ്ടാക്കിയ ഒരു വെളിച്ചമുണ്ടല്ലോ, ഒരു സർവ്വസ്വാതന്ത്ര്യത്തിന്റെ, അല്ലെങ്കിൽ ആ വീടകങ്ങളിൽ അതിൻ്റെ കരിപുരണ്ട ജീവിതങ്ങളുടെ അതിൻ്റെ അകത്ത് കിടന്ന് ജീവിതത്തിൻ്റെ ഒരു പച്ചപ്പും അനുഭവിക്കാത്ത അനേക ശതം സ്ത്രീകൾ, സഹോദരിമാർ, അവർ പുറത്തേക്ക് അരങ്ങ് കാണാത്ത അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കൊണ്ടുവരികയാണ്. ഒരു നാടകം കൊണ്ടാണ് ഒരു വിപ്ലവം സൃഷ്ടിച്ചത് വീട്ടിൽ. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ തൗഫീഖ് സയ്യിദിൻ്റെ ഒരു ഫലസ്തീൻ കവിതയുണ്ട്, എൻ്റെ മാംസച്ചേളുകളാൽ ഇരുകരങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം പണിയുകയാണ്. ഇങ്ങനെ സ്വന്തം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് രക്തസാക്ഷികളായ പിടഞ്ഞു മരിച്ച മനുഷ്യരുടെ ചിതറിത്തെറിച്ച മാംസകഷ്ണങ്ങൾ കൊണ്ടും ഒക്കെ ഞങ്ങളൊരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. മരിച്ചവർ, നിങ്ങൾ അതിലെ ഈ സ്വാതന്ത്ര്യ സമരത്തിന് വരണം, ആ പാലത്തിലൂടെ നടന്നു വരണം എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട്. നമുക്ക് മുമ്പേ ജീവിച്ചു പ്രവാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇന്നലെ ഒരു പ്രഭാഷണത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, കത്താണ് ഏക മാർഗം. ഈ കത്ത് കാത്തിരിക്കലാണ് അന്നത്തെ കാത്തിരിപ്പിന്റെ അപ്പോൾ ഒരു ബാച്ചിലേഴ്സ് റൂമിൽ ഏതെങ്കിലും ഒരാൾക്ക് കത്ത് വന്നാൽ അത് വായിക്കുന്നത് ഒരു സാഹിത്യത്തിലും ഒരു കവിതയിലും നിങ്ങൾക്കിത് വരയ്ക്കാൻ കഴിയില്ല. ഇവരിങ്ങനെ ഒരുപാട് ദിവസം പട്ടിണി കിടന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് നോക്കി നിൽക്കുന്ന ഒന്ന് കാരിക്കേച്ചർ ചെയ്ത് നോക്കൂ. അപ്പൊ ഇങ്ങനെ കത്ത് വായിക്കുമ്പം ഇയാളുടെ മുഖത്ത് ചിലപ്പം സന്തോഷമായിരിക്കും, ചിലപ്പോൾ സങ്കടമായിരിക്കും, ചിലപ്പോൾ അയാൾ കരയുന്നുണ്ടാവും, ചിലപ്പോൾ വീടകത്തുള്ള ഒരാൾ തന്നെ മരിച്ചിട്ടുണ്ടാവും, അയാൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അന്ന് അത് അറിയിക്കാനുള്ള ഒരു വഴിയില്ല. ഞാൻ ആ തലമുറയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. കത്ത് വായിച്ചു കൊടുക്കാൻ ഈ ദുബൈയിൽ നൈഫ് റോഡിൽ ഒരു ഇടമുണ്ട്, കത്ത് വായിച്ചു കൊടുക്കുന്ന ഒരു ഗല്ലി ഉണ്ടായിരുന്നു. പിന്നെ അപ്പം വെള്ളിയാഴ്ച കത്ത് പോയിട്ട് അവർ വരും, നമ്മൾ വായിച്ചു കൊടുക്കണം. ഇങ്ങനെ വായിച്ചു കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ അകത്ത് ചിലപ്പം മക്കൾ മരിച്ചിട്ടുണ്ടാവും, അമ്മ മരിച്ചിട്ടുണ്ടാവും, അച്ഛൻ മരിച്ചിട്ടുണ്ടാവും, ചിലപ്പം പെങ്ങള് ഒളിച്ചോടിയിട്ടുണ്ടാവും, ചിലപ്പം പശു പ്രസവിച്ച കാര്യം എഴുതിയിട്ടുണ്ടാവാം, വീട് ചോർന്നൊലിക്കുന്ന കാര്യം ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവുമ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഒരു കണ്ണുകൊണ്ട് ആ മനുഷ്യന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. അപ്പോ നവരസങ്ങളൊന്നും അല്ല, കാണുന്നു. അത് കണ്ട ഒരാൾക്കും ആ ജീവിതങ്ങൾ പകർത്തി വെക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നതാണ് നമ്മുടെയൊക്കെ ഒരു സങ്കടം. നമ്മുടെ എഴുത്ത് ജീവിതത്തിന്റെ, നമ്മുടെ സാഹിത്യ നഭോമണ്ഡലത്തിന്റെ ഒരു പരിമിതി, അതിനെ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ആ കാലമൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ ഒരാൾ കത്ത് വായിക്കുമ്പോൾ കത്ത് കിട്ടാത്തതിന്റെ നൊമ്പരം അനുഭവിക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ വിഷാദത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കും. പക്ഷേ ഹൃദയടുപ്പം ഇപ്പൊ ഗോപിനാഥനാണെങ്കിലും നാരായണനാണെങ്കിലും, ഇപ്പൊ ഹോർലാൻഡ്സിൽ സ്റ്റുഡിയോ ഉണ്ടായിരുന്ന ഒരു നാരായണേട്ടനുണ്ട്. നാരായണൻ എന്നോട് ചോദിക്കും, എടാ എന്റെ കത്ത് വന്നിട്ട് കുറെ ദിവസമായി, കത്തൊന്ന് തിരുവ വായിക്കാനെന്ന് പറയും. എന്റെ വീടാണ് നാരായണേട്ടൻ, അങ്ങ് പാപ്പിനിശ്ശേരി കിടക്കുന്ന ഒരാളാണ്, എത്രയോ കിലോമീറ്റർ അപ്പുറത്താണ്. പിന്നെ എന്നിട്ടും എന്റേതും നിന്റേതുമല്ല, നമ്മുടേതാണ് കുടുംബം എന്ന് വിചാരിച്ചിരുന്ന, ഇതാണ് ഞാൻ നേരത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. ഈ അതിർത്തികളൊന്നുമില്ലാതെ എല്ലാ മനുഷ്യരും ഒന്നായി തീരുന്ന ഒരു മനോഹരമായ ഒരു കവിത, ഒരു സൂഫിസമായിട്ട് ബന്ധപ്പെട്ട ഒരു കവിതാശകലം കൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാൻ തോന്നും. അതിങ്ങനെയാണ്, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന സ്വാഭാവികമായിട്ടും അപ്പുറത്താള് വല്ലാതെ ആഹ്ലാദിക്കും. പക്ഷെ എനിക്ക് വേറൊരാളോട് കൂടി ഇഷ്ടമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ആ മുമ്പുണ്ടായിരുന്ന പിന്നെ മാധുര്യം, പ്രണയോദരമായ മാധുര്യമൊക്കെ അസ്തമിച്ചു പോവുകയും, പക്ഷെ ഇദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്, നീ അകത്തുണ്ടാവുമ്പോൾ ആ എന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നേരത്തെ അസ്തമിച്ചു പോയ ഒരു സൂര്യൻ വീണ്ടും ആ മുഖത്ത് വിരിയുന്നു. അപ്പോൾ നമ്മുടെ അകത്ത് മറ്റൊരാളെ കുറിച്ചുള്ള ഒരു സ്നേഹമുണ്ടല്ലോ, കരുതലുണ്ടല്ലോ, അതുണ്ടാവുമ്പോഴാണ് നമുക്ക് നമ്മളോടൊരു ഇഷ്ടം ഉണ്ടാവുക. നമ്മളോട് ഇഷ്ടം ഉണ്ടാവുക എന്നതാണ് നമുക്ക് നമ്മോട് ചെയ്യാൻ പറ്റുന്നൊരു നീതി. അങ്ങനെ ഇഷ്ടം ഉണ്ടാവണമെങ്കിൽ
നാം എന്തെങ്കിലും നന്മ ചെയ്യാൻ തയ്യാറാവണം. ഒരു നല്ല വാക്കുകൊണ്ട്, ഒരു വിരൽ സ്പർശം കൊണ്ട് ഒന്ന് തോളിൽ കൈയിട്ട് ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ കഴിയുന്ന ഒരു ആത്മസുഹൃത്ത് നമുക്കുണ്ടാവുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ. അത് കേൾക്കാൻ നമ്മളൊരു കാത് സൂക്ഷിച്ചു വെക്കുന്നു എന്നതാണ്. ഹൃദയത്തിനൊരു കാത് വേണം, ഹൃദയത്തിനൊരു കണ്ണ് വേണമെന്ന് പറയാറില്ലേ? അങ്ങനെ ഒരാൾ മതി ഭൂമുഖത്ത് നമ്മളെ പിടിച്ചു നിർത്താൻ. ഈ പ്രവാസത്തിന്റെ ഒരു പ്രത്യേകത അത്തരം ഒരുപാട് ഇല്ലേ, ഓരോരുത്തരുടെയും സാന്നിധ്യം കൊണ്ട് ജീവിതം നമുക്ക് സമ്പൽ സമൃദ്ധമാണ്. അത് ഈ മണ്ണ് നൽകിയ ഒരു വലിയ പുണ്യമാണ്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ, നമുക്ക് ജീവിതം മടുക്കാത്തതും. എന്തൊക്കെ വേദന ഉണ്ടെങ്കിൽ പോലും ഒരു ദാർശനിക രണ്ട് സുഹൃത്തുക്കൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്തോ പറഞ്ഞ് തെറ്റിയിട്ട് ഒരാൾ മറ്റൊരാളെ അടിക്കുന്നുണ്ട്. അടിച്ച് അയാൾ മണ്ണിൽ വീഴും. അപ്പോൾ അവിടെ അദ്ദേഹം എഴുതി വെക്കും, ഇന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനെ അടിച്ചു എന്ന് പറയും. അത് കഴിഞ്ഞ് ഇവരെ ഒരു പുഴ നീന്തി പോകുമ്പോൾ വീണ്ടും എന്തോ പറഞ്ഞു തെറ്റും സുഹൃത്തുക്കളല്ലേ. അവിടെ വെച്ചിട്ടും പുഴ കടന്നു പോകുമ്പോൾ അടിക്കുന്നുണ്ട്. പുഴയിൽ അദ്ദേഹത്തിന് നീന്തൽ അറിയാത്തത് കൊണ്ട് അദ്ദേഹം മുങ്ങിത്താഴുമ്പോൾ ഈ അടിച്ച ആള് അടി കൊണ്ട ആള് ഈ അടിച്ച ആളെ എടുത്തിട്ട് അപ്പുറം ഇത് ചെയ്യുന്നുണ്ട്, അപ്പുറം കടത്തും. അപ്പൊ അദ്ദേഹം കരയിലെത്തിയിട്ട് അവിടെ കണ്ട ഒരു പാറയില് ഒരു കരിങ്കൽ കഷ്ണം കൊണ്ട് എഴുതി വെക്കുന്നുണ്ട്, ഞാൻ അടിച്ചവനാണെങ്കിലും ഞാൻ മരിക്കാൻ പോകുമ്പോൾ അവൻ എന്നെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നു. അപ്പം ചോദിച്ചു, നീ നേരത്തെ ഞാൻ നിന്നെ അടിച്ചൊരു വേദന നീ മണലിലാണ് എഴുതിയത്, പക്ഷേ ഞാനൊരു നന്മ ചെയ്തപ്പോൾ നീ അത് കരിങ്കലിൽ കൊത്തിവെച്ചു എന്ന് പറയുന്നു. അപ്പം ഇദ്ദേഹം മറുപടി പറയുന്നത്, വേദന ഒരു കാറ്റ് വന്നാൽ അങ്ങ് പോവും, ഞാൻ മണലിൽ എഴുതാനുള്ളൊരു കാരണം അതാണ്. പക്ഷെ നീ ചെയ്തൊരു നന്മയുണ്ടല്ലോ, അത് ഈ കരിങ്കലിൽ കൊത്തിവെക്കുകയും ഇനി വരുന്നവർക്കൊക്കെ അത് കാണുകയും ചെയ്യണം. നമ്മൾ വേദനകളൊക്കെ ആ അർത്ഥത്തിൽ ഒരു കാറ്റ് വന്നാൽ സൂക്ഷിച്ചു വെക്കേണ്ടുന്നതല്ല, മറിച്ച് നമ്മൾ ചെയ്ത നന്മകളുണ്ടല്ലോ അതൊരു കരിങ്കലിൽ കൊത്തിവെക്കുകയും ചെയ്യണം എന്ന്. ചാർലി ചാപ്ലിൻ്റെ ഒരു കാര്യമുണ്ട്. ചാപ്ലിൻ ഒരു വേദിയിലൊരു തമാശ പറയും. ചാപ്ലിൻ ലോകത്തെ ചിരിപ്പിച്ച ഒരാളാണ്. അപ്പോൾ ആദ്യം അത് കേട്ടപ്പോൾ ആളുകൾ ഇങ്ങനെ ആർത്തലച്ച് ചിരിക്കുന്നുണ്ട്. അതേ തമാശ തന്നെ അതേ മിനിറ്റിൽ സെക്കൻഡിൽ ഇദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നു. അപ്പൊ അത് ആദ്യം കേട്ടൊരു തമാശ ആയതുകൊണ്ട് അത്രയൊന്നും ആളുകൾ ചിരിക്കുന്നില്ല. അതേ തമാശ അതേ സെക്കൻഡിൽ തന്നെ ചാപ്ലിൻ വീണ്ടും ആവർത്തിക്കുമ്പോൾ ആളുകൾ കൂക്കി വിളിക്കുന്നു. ചാപ്ലിൻ്റെ ലോകപ്രശസ്തമായ ഒരു ചോദ്യം പിറക്കുന്നുണ്ട്. ഒരേ തമാശ കേട്ടിട്ട്, ഒരേ ഫലിതം കേട്ടിട്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചിരിക്കാനാവുന്നില്ലെങ്കിൽ ഒരേ സങ്കടത്തെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ജീവിതകാലം മുഴുവൻ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഒരു വേദന ആലോചിച്ചിട്ട്. ഇതൊക്കെ തന്നെയാണ് നമുക്ക് മനുഷ്യരോട് പറയാനുള്ളത്. ജീവിതം നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ തരും, പക്ഷെ നമുക്ക് നമ്മെ പിടിച്ചു നിർത്താൻ കഴിയുന്ന എന്തോ ഒരു വെളിച്ചം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആത്മസുഹൃത്തിൻ്റെ വിരൽ സ്പർശമാവാം, ഞാനുണ്ടട കൂടെ എന്ന ഒരു വാക്കാവാം. അതുണ്ടെങ്കിൽ നമുക്ക് ഈ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാം, ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കാം. തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പങ്കുവെച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഈ ഒരു സംസാരം അവസാനിപ്പിക്കുമ്പോൾ സാറ് പറഞ്ഞ ഞാനുണ്ട് കൂടെ എന്ന ആ ഒരു വാക്ക് തന്നെയാണ്. അത് സത്യത്തിൽ ഒരു മാന്ത്രിക വാക്കാണ്. ഒരാൾക്ക് മറ്റൊരാളെ ജീവിപ്പിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരാൾക്ക് സ്വന്തം ജീവിതം പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു വാക്കാണ് ഞാനുണ്ട് കൂടെ എന്ന ആ ഒരു വാക്ക്. അത് നമുക്ക് പരസ്പരം പറയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം സാറ് പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു സ്നേഹം കൊണ്ട് പടുത്തുയർത്തപ്പെട്ട ഒരു ദേശം, അതുപോലെ ഭൂമി സ്നേഹം കൊണ്ട് നിറയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പൂമരച്ചില്ലയായിട്ട് അതിലെ സ്നേഹം വമിപ്പിക്കുന്ന ഓരോ പൂക്കളായി നമുക്ക് ഓരോ മനുഷ്യർക്കും രാജ്യത്തിനതീതമായി, മതത്തിനതീതമായി, രാഷ്ട്രീയത്തിനതീതമായി ഒക്കെ പരസ്പരം ചേർത്ത് പിടിച്ചും പങ്കുവെച്ചും നമുക്ക് നമ്മുടെ നന്മകൾ ഈ പറഞ്ഞ പോലെ ശിലകളിൽ കൊത്തിവെച്ച് വരും തലമുറയ്ക്ക് കാണിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ മാറ്റിയെടുക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഒരിക്കൽ കൂടി ഞാനുണ്ട് കൂടെ, ഞങ്ങളുണ്ട് കൂടെ. എല്ലാവർക്കും നന്ദി. താങ്ക് യു.